ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു എഡ്യൂവാലെ 2.0. അപ്പോൾ നമുക്ക് നാളെ അക്കൗണ്ടൻസി എക്സാമാണ്. ആ അക്കൗണ്ടൻസി എക്സാമിൽ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സ്റ്റുഡൻസ് CAS അവർ പഠിക്കേണ്ട കുറച്ചൊരു 20 ക്വസ്റ്റ്യൻസ് ആണ്. 20 എന്ന് പറയാൻ പറ്റില്ല, ഒരു 80-90 ക്വസ്റ്റ്യൻസ് ആണ് മിസ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾക്ക് പ്രാക്ടിക്കൽ എക്സാം കഴിഞ്ഞ കാലം തന്നെ കുറേ പ്രൊസീജിയേഴ്സൊക്കെ നിങ്ങൾക്ക് അറിയുമായിരിക്കാം. എങ്കിലും നമുക്ക് ടെക്സ്റ്റ് വൈസ് കുറച്ച് തിയറി ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിക്കണം. നിങ്ങൾക്കൊരു 20 മാർക്സോളം നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നതാണ്. നമുക്ക് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടുന്നതാണ് അല്ലേ. അപ്പോൾ അത്രയും മാർക്കിൽ ഒരു 10 to 15 മാർക്സോളം നമുക്ക് വേണം അല്ലേ. അതിൽ 1 മാർക്ക് ഉണ്ടാവും, 2 മാർക്ക് ഉണ്ടാവും, 3 മാർക്ക് ഉണ്ടാവും, ദെൻ 5 മാർക്ക് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ 5 മാർക്കിന് നിങ്ങൾക്ക് പഠിക്കേണ്ടതും കഴിഞ്ഞ 2 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കിയിട്ടാണ് മിസ് ഇത് എഴുതിയിരിക്കുന്നത്. 2023 ആൻഡ് 2022 2 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ മിസ് നോക്കി അതിൽ റിപ്പീറ്റഡ് ആയിട്ട് വന്ന ക്വസ്റ്റ്യൻസ്, അതിൽ 5 മാർക്കിന് വന്ന ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സോ എല്ലാ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സ്റ്റുഡൻസും ഒന്നും പഠിച്ചിട്ടില്ല എങ്കിൽ, ഒറ്റ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് അറിയില്ല, ഏതൊക്കെയാണ് പഠിക്കാൻ അറിയില്ല എന്നുള്ളവരുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഈ 20 ക്വസ്റ്റ്യൻസ് എങ്ങനെയും വേഗം പഠിക്കുക. ഒരു മണിക്കൂറൊക്കെ ധാരാളമാണ്. കമ്പ്യൂട്ടർ അല്ലേ, കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ്റെയും അതുപോലെ തന്നെ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൻ്റെയും സവിശേഷത എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എക്സാക്റ്റ് എന്താണോ പഠിച്ചത് അതൊരു സെൻറ്റൻസ് ആണെങ്കിലും 2 മാർക്കിന് വന്നാൽ അതിന് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് എഴുതി വെച്ചാൽ മതി. കാരണം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് ക്വാണ്ടിറ്റി ഇൻക്രീസ് ചെയ്യാന്നുള്ളൊരു ഉദ്ദേശമൊന്നും കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട സബ്ജക്റ്റുകൾക്ക് ഉണ്ടാവില്ല. സോ അക്കൗണ്ടൻസിയിലെ 20 മാർക്സിൻ്റെ 20 ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് നമുക്ക് നോക്കി നോക്കാം. ഓക്കെ, ആദ്യം തന്നെ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റം എന്താണ്, അതിൻ്റെ ഫീച്ചേഴ്സും അഡ്വാൻറ്റേജസും പഠിക്കാം. ഇത് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് 5 മാർക്കിൽ ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അതിൽ ഫീച്ചേഴ്സ് ചോദിച്ചിട്ടുണ്ട്, അഡ്വാൻറ്റേജസും ചോദിച്ചിട്ടുണ്ട്. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റം എന്താണ്, അതിൻ്റെ ഫീച്ചേഴ്സ് ആൻഡ് അഡ്വാൻറ്റേജസ് നല്ല പോലെ പഠിക്കാം, സിമ്പിളാണ്. ദെൻ ഒപ്പം തന്നെ ലിമിറ്റേഷൻസ് ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റം നമുക്ക് 2 മാർക്കിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ആർ ദ ലിമിറ്റേഷൻസ് ദാറ്റ് ടു ബി ഫൗണ്ട് ഇൻ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് വൈൽ ഡൂയിങ്. നമ്മൾ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് ചെയ്യുമ്പോഴുള്ള ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ്. ദെൻ ക്വാളിഫിക്കേഷൻസ് ആൻഡ് അതിൻ്റെ ടൈപ്സുകൾ പഠിക്കണം, 2 മാർക്കിൽ കണ്ടിട്ടുണ്ട്. എല്ലാത്തിനും നമുക്ക് കുറച്ച് ഫങ്ഷൻസ് പഠിക്കാനുണ്ട്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റ് ചെയ്ത ഫങ്ഷൻസുകളാണ് SNDP, PMT. അതിൻ്റെയൊക്കെ സിൻടാക്സുകളാണ് നിങ്ങൾ പഠിക്കേണ്ടത്. അതായത് ഓരോരോ ഫംഗ്ഷൻസിൻ്റെയും സിൻടാക്സ് ജസ്റ്റ് നോക്കി പോവുക. ചിലപ്പോൾ ഈ 3 എണ്ണത്തിൻ്റെയും എഴുതിയാൽ 3 മാർക്കാണ് ഉണ്ടാവുക. അപ്പോൾ സിൻടാക്സുകൾ ഒരു ഏകദേശം ഒരു ഐഡിയ 4-5 എണ്ണത്തിൻ്റെ മെയിനായിട്ട് പഠിച്ചു വെച്ചാൽ നിങ്ങൾക്കത് 5 മാർക്കിൽ ചോദിച്ചാൽ കിട്ടും. സോ ഓരോന്നിൻ്റെയും സിൻടാക്സുകൾ പഠിക്കാം. ദെൻ ആബ്സല്യൂട്ട് സെൽഫും അത് റിലേറ്റീവ് സെൽഫും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഇവിടെ പഠിക്കേണ്ടത്. 2 മാർക്കിനാണ് ചോദിച്ചിരുന്നത്, 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു. വർക്ക് ബുക്കും വർക്ക് ഷീറ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, ഇത് 1 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. എന്താണ് കേട്ടോ, വർക്ക് ബുക്ക് എന്താണ്, വർക്ക് ഷീറ്റ് എന്താണ്. ദെൻ ഓപ്പറേറ്റേഴ്സ്, പലതരം ഓപ്പറേറ്റേഴ്സുകൾ ഉണ്ട് അല്ലേ. നമുക്ക് ആഡ്, ഈക്വൽ ടു, ലെസ് ദാൻ ഓർ ഗ്രേറ്റർ ദാൻ, അങ്ങനെയുള്ള ഓപ്പറേറ്റേഴ്സ് നോക്കി വയ്ക്കാം. നമുക്കത് എന്താ പറയുക, മറ്റേ ക്രിസ്മസ് എക്സാമിനൊക്കെയാണ് ഓപ്പറേറ്റേഴ്സും അതിൻ്റെ സയൻസൊക്കെ ചോദിച്ചിരിക്കുന്നത്. ഇനി നമുക്കത് ഫൈനൽ എക്സാമിൽ പോയാലോ 2 മാർക്സിനും 1 മാർക്കിനും മാച്ച് ദ ഫോളോയിങ്ങിനൊക്കെ ചാൻസസ് ഉണ്ട്, ഓപ്പറേറ്റേഴ്സ് ആൻഡ് സയൻസ്. ദെൻ DB ഫംഗ്ഷൻ എന്താണെന്ന് പഠിക്കുക, 2 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. കുറച്ച് ഫംഗ്ഷൻസ് അധികം പഠിക്കാനുണ്ട്. അതിൽ നല്ല മെയിനായിട്ടുള്ള കുറച്ച് ഫംഗ്ഷൻസ് ആണ് മിസ് പറഞ്ഞത്, അത് പഠിക്കാനായിട്ട് ശ്രമിക്കാം. ദെൻ SLM, DVM ആൻഡ് ഇറ്റ്സ് ഇൻഡെക്സ്. എന്താ SLM, DVM എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇത് ഡിപ്രീസിയേഷനുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. ഡിപ്രീസിയേഷൻ നമ്മൾ ചെയ്യുമ്പോൾ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡും ഉണ്ട്, അതുപോലെ തന്നെ റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് അല്ലെങ്കിൽ ഡിമിനിഷിങ് വാല്യൂ മെത്തേഡ്, 2 തരം പേരുണ്ട്. ഇതിന് ഫിക്സ്ഡ് ഇൻസ്റ്റാൾമെൻറ്റ് ആൻഡ് ഡിമിനിഷിങ്. അതിൻ്റെ സിൻഡെക്സ് നമ്മൾ ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഓൺ കമ്പ്യൂട്ടർ അതിൻ്റെ സിൻഡെക്സ് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കാം. ദെൻ ഫീച്ചേഴ്സ് ഓഫ് ലിബറൽ ഓഫീസ് കാൽക്ക്, വളരെ ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് 2 മാർക്കിന് ചോദിക്കാറുണ്ട്. ഒപ്പം തന്നെ GNU കാർട്ടയുടെ ഫീച്ചേഴ്സ് പഠിക്കുക 2 മാർക്സിന്. ദെൻ സ്റ്റെപ്സ് ഇൻ ലെഡ്ജർ ക്രിയേഷൻ, ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ സ്റ്റെപ്പുകൾ, എനിക്ക് തോന്നുന്നു ഇത് നിങ്ങൾ പ്രാക്ടിക്കൽ എക്സാമിന് നിങ്ങൾക്ക് ഓക്കെ ആയിരിക്കണം. ദെൻ DBMSൻ്റെ കമ്പോണൻസ് ഏതൊക്കെയാണ്, 2 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. പിന്നെ നമുക്ക് 5 മാർക്കിനെ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഇറ്റ്സ് വെരി സിമ്പിൾ, കാരണം ഇത് കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചതാണ്. വൗച്ചർ ടൈപ്പ്, റിസീപ്റ്റ് വൗച്ചർ, പേയ്മെൻറ്റ് വൗച്ചർ, ഡെബിറ്റ് നോട്ട് വൗച്ചർ, ക്രെഡിറ്റ് നോട്ട് വൗച്ചർ ഇല്ലേ, ആ വൗച്ചേഴ്സ് ഏതൊക്കെയാണെന്നും അതിൻ്റെ എന്തിനാണ് നമ്മളത് യൂസ് ചെയ്യുന്നത്, യൂസ് ടു റെക്കോർഡ്. ഇപ്പോൾ എന്താ റിസീപ്റ്റ് വൗച്ചർ, എന്താ ക്യാഷ് റിസീപ്റ്റ് റെക്കോർഡ് ചെയ്യാനുള്ളതാണ്. പേയ്മെൻറ്റ് വൗച്ചേഴ്സ് എന്താണ്, പേയ്മെൻറ്റ്
പേയ്മെൻറ്റ് ക്യാഷ് പേയ്മെൻറ്റ് റെക്കോർഡ് ചെയ്യാൻ അങ്ങനത്തെ അതിൻ്റെ യൂസ്, അതിൻ്റെ ഷോർട്ട് കട്ട് കീ, അതായത് F6 F11 F4 F7 എന്നൊക്കെ ഉള്ള ഷോർട്ട് കട്ട് കീകളില്ലേ അതും, ഇത് മൂന്നും കൂടിയിട്ട് ഒരു കോളത്തിലായിരുന്നു കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് അവിടെ ഇവിടെ അവർ ക്വസ്റ്റ്യൻ മാർക്സ് ഒക്കെ ഇട്ട് വെച്ചു. അപ്പോൾ ഈ റിസീപ്റ്റ് വൗച്ചറിൻ്റെ ഷോർട്ട് കട്ട് കീ അറിയണം, അതിൻ്റെ യൂസ് അറിയണം. അപ്പോൾ വൗച്ചർ ടൈപ്പും അതെന്തിന് യൂസ് ചെയ്യുന്നു അതിൻ്റെ ഷോർട്ട് കട്ട് കീ പഠിക്കാം. ദെൻ ഒരു ചാർട്ട് ഗ്രാഫിൻ്റെ എലമെൻറ്റ്സ് ഏതൊക്കെയാണെന്ന് പഠിക്കാം. ദെൻ പ്രൊസീജിയർ ഫോർ പ്രിപ്പയറിംഗ് പേറോൾ സ്റ്റേറ്റ്മെൻറ്റ്, ഒപ്പം പ്രൊസീജിയർ ഫോർ പ്രിപ്പയറിംഗ് ക്യാഷ് ബുക്കിംഗ് നോക്കാട്ടോ. ഇത് രണ്ടും നമുക്ക് 5 മാർക്കിന് ചോദിച്ചാണ്. അപ്പോൾ 5 മാർക്കിന് ഒരു ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് ഉണ്ടാവുക. അതിൽ ഇത് ഒന്നെങ്കിൽ പേറോൾ സ്റ്റേറ്റ്മെൻറ്റ് ആവാം, അല്ലെങ്കിൽ ക്യാഷ് ബുക്ക് സ്റ്റേറ്റ്മെൻറ്റ് ആവാം, അതല്ലെങ്കിൽ ഇതുപോലെ ഷോർട്ട് കട്ട് കീകളാവാം. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൻ്റെ ഫീച്ചേഴ്സും അഡ്വാൻറ്റേജസും ഒരുമിച്ച് ചോദിക്കാം. സ്റ്റെപ്സ് ഇൻ ലെഡ്ജർ ക്രിയേഷൻ ചോദിക്കാം. ഫങ്ഷൻസ് വൈൽ യൂസിങ് പേറോൾ സ്റ്റേറ്റ്മെൻറ്റ്, നമ്മൾ ഏതൊക്കെ ഫങ്ഷൻസ് ആണ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിക്കാം. ദെൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫങ്ഷൻസ്, ഏതെങ്കിലും ഇഷ്ടമുള്ള ഫങ്ഷൻസും അതിൻ്റെ ഒരു 5 സിൻറ്റെക്സുകളും, അതായത് 5 ഫങ്ഷനും അതിൻ്റെ സിൻറ്റെക്സുകളും ചോദിക്കാം. സോ ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിക്കാം. അപ്പോൾ നമുക്കൊരു 10 മാർക്കെങ്കിലും എങ്ങനെ പോയാലും കിട്ടും, 1 മാർക്ക് ഒഴികെ. ഓക്കെ, അപ്പോൾ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സ്റ്റുഡൻസ്, അപ്പോൾ ഇതും കൂടി പഠിക്കാം. നിങ്ങൾക്ക് A+ വേണമെങ്കിൽ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനും കൂടി വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. നമുക്ക് A+ എന്ന് പറയുന്നത് 60ൽ ഒരു 50 മാർക്സ് ആണ്. 60ൽ ഒരു 50 മാർക്കാണ് നിങ്ങൾക്ക് A+. ആ 50 മാർക്ക് നമുക്ക് 2 ഭാഗത്തു നിന്നും കിട്ടാണ്ടതായിട്ടുണ്ട്. പ്രാക്ടിക്കലിൻ്റെ മാർക്ക് സെപ്പറേറ്റ് ആണ്, അത് ഇതിൽ കൂടെ കൂട്ടിയാൽ നമുക്ക് A+ എന്ന് പറയാൻ പറ്റില്ല. 40 മാർക്സ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് 60ലെ ഒരു 50 മാർക്ക് നിങ്ങൾക്ക് എങ്ങനെയും വേണം. ഓക്കെ, 100ലല്ല നമുക്ക് ഇപ്രാവശ്യം എക്സാം വരുന്നത്. ഇത് +1ലാണ് 100, 120ലായിരിക്കും കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് കുട്ടികളുടെ എക്സാം, ഫൈനൽ എക്സാം. ഈ 120ൽ നിങ്ങൾക്ക് 40 മാർക്സ് ഇപ്പോൾ കംപ്ലീറ്റ്ലി യു അക്വയർഡ് ഇൻ യുവർ പ്രാക്ടിക്കൽ എക്സാം. 40 മാർക്ക് പ്രാക്ടിക്കൽ എക്സാമിൽ കിട്ടിക്കഴിഞ്ഞാൽ പോലും 80 മാർക്ക് അവിടെ പിന്നെയുണ്ട്. അതിൽ 20 മാർക്ക് നമ്മൾ C മാർക്കാണ് നിങ്ങൾ സ്കൂളിൽ ടീച്ചേഴ്സ് ഇട്ട് തരുന്നത്. ബാക്കി 60, ഇപ്പോൾ നിങ്ങൾക്ക് ഈ 20ഉം 40ഉം കംപ്ലീറ്റ് കിട്ടിക്കഴിഞ്ഞാലും 120ൽ 60 കിട്ടിയിട്ടുള്ളൂ. ഓക്കെ, ഈ 120ൽ 60ൻ്റെ കൂടെ നിങ്ങൾ ഇനി ഈ ഒരു ബാക്കിയുള്ള 60ൽ എത്ര വാങ്ങണം? ഒരു 50 മാർക്കെങ്കിലും വാങ്ങാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, എങ്കിലാണ് ഈ 50 മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ 110ഉം നിങ്ങളുടെ +1ലെ മാർക്കും കൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് 180 കിട്ടണം A+ന്. 200ൽ നിങ്ങൾക്ക് A+ൻ്റെ റേഞ്ച് 180 ആണ്. ഓക്കെ, A+ൻ്റെ റേഞ്ച്. ഈ A+ നിങ്ങൾക്ക് വാങ്ങണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? +1ലത്തെ മാർക്കിൻ്റെ കൂടെ എനിക്ക് എത്ര കിട്ടണമെന്ന് നിങ്ങൾ നോക്കുക. നിങ്ങൾക്കിപ്പോൾ പ്രാക്ടിക്കൽ 40 കിട്ടി, 20 മാർക്ക് C മാർക്ക് കിട്ടി, അപ്പോൾ 60 ഓൾറെഡി ഉണ്ട്. ആ 60ൻ്റെ കൂടെ നിങ്ങളുടെ +1 മാർക്കും കൂടി ഒന്ന് ഇൻക്ലൂഡ് ചെയ്യുക. +1 മാർക്കും കൂടി ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ 180ലേക്ക് എനിക്ക് എത്ര കിട്ടാൻ വേണമെന്ന് നോക്കിയാൽ നിങ്ങൾക്കറിയാമല്ലോ. സോ A+ വേണം എന്നുള്ള സ്റ്റുഡൻസ് ആ ഒരു രീതിയിൽ പഠിക്കുക. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് ഓൾസോ പഠിക്കുക. ഇനി പാർട്ട് 1 പ്രോബ്ലംസും പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽസും അതുപോലെ അതൊക്കെ ടഫാണെന്നുള്ളവർ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിൽ 20 മാർക്സ് എത്രയും വേഗം അക്വയർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കൊരു 10 മാർക്ക് നിങ്ങൾ എവിടെയും കളഞ്ഞാൽ മതിയാവും. ഇനി ഇത് മനസ്സിലായില്ലെങ്കിൽ മിസ് എക്സാമ്പിൾ പറയാം. ഇപ്പോൾ മിസ്സിനെ +1ലെ 80ലുള്ള നമ്മുടെ എക്സാമിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന മാർക്ക്, കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് ആണ് പറയണേ കേട്ടോ. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൽ 80ൽ മിസ്സിന് കിട്ടിയത് 20 മാർക്ക് C മാർക്കും ഒരു 45 മാർക്കാണ് എനിക്ക് +1ൽ കിട്ടിയത് എങ്കിൽ +2ൽ 120 എക്സാമിൽ, ഇതിൽ 80 ആയിരുന്നു, 120ലാണ് നമ്മുടെ എക്സാം. അതിൽ 20 മാർക്ക് C മാർക്ക് മിസ്സിന് കിട്ടി, 40 മാർക്ക് എനിക്ക് എന്തും കിട്ടി, പ്രാക്ടിക്കലും കിട്ടി. ഇനി ഇവിടെ നിന്നുള്ളത് എത്രയാണ് ഞാൻ തീരുമാനിക്കേണ്ടത്? ഈ 45ഉം ഈ 16ഉം ഈ 20നും മിസ് ആഡ് ചെയ്യുന്നു. 5 6 10 8 10 10 2 12 125 മാർക്സാണ് മിസ്സിന് കിട്ടിയിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ എനിക്ക് A+ വേണമെങ്കിൽ 180 വേണം. ആ 180ൽ നിന്ന് 125 ഞാൻ ലെസ് ചെയ്യുന്നു. സോ 8, സോ 5, 55 മാർക്ക് ഞാനിവിടെ സ്കോർ ചെയ്താലാണ് എനിക്ക് A+ കിട്ടുള്ളൂ. ഏതിലെ? ഇനിയുള്ള 60ലുള്ള ഒരേ ഒരു എക്സാമിൽ എനിക്ക് എത്ര മാർക്ക് വേണം? 55 മാർക്ക് വേണം. കാരണം എന്താ, എനിക്ക് +1ൽ 45 ഞാൻ വാങ്ങിയിട്ടുള്ളൂ 60ൽ. അതുകൊണ്ടാണ് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ +1ലെ മാർക്ക് നോക്കിയിട്ട് +2ലെ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കാനാണ് മിസ് ഇത് പറഞ്ഞത്. ഓക്കെ ഡിയർ സ്റ്റുഡൻസ്, അപ്പോൾ വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഹെൽപ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.